ഉത്തരം നൽകിക്കൊണ്ട് അല്ലാഹുവിനെ കടുക്കാനുള്ള ആ ശ്രമങ്ങളുമായി നിൽക്കുമ്പോൾ എന്തായിരുന്നു ഹജ്ജ് നമുക്ക് പഠിപ്പിക്കുന്ന പാഠം എന്താണ്? അറഫ ഭൂമിയിലൂടെ സംഗമിക്കുന്നതിന്റെ മർമ്മപ്രധാനമായ ലക്ഷ്യം എന്താണ്? ഇതെല്ലാം ചിന്തിച്ചാൽ അല്ലാഹുവിനെ കടുക്കാൻ ജീവിതത്തിൽ ഒരു തവണ ആ വിശുദ്ധമായ അറഫ ഭൂമിയിൽ പോയി സംഗമിക്കാൻ ആഗ്രഹിക്കാത്ത ഈമാനുള്ള മനുഷ്യനുണ്ടാവുകയില്ല എന്ന് നമുക്കറിയാം. കാരണം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അറബിയും അനറബിയും പണക്കാരനും പാവപ്പെട്ടവരും ധനാഢ്യരും രാജാവും പ്രജയും എല്ലാവരും ഒരേ ഒരു മന്ത്രത്തിൽ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് മാത്രമല്ല അവരുടെ ഉടുതുണി ഒന്നാണ്, അവരുടെ മേത്തട്ടം ഒന്നാണ്, അവർക്ക് VIP ഡ്രസ്സുകളില്ല. എല്ലാവർക്കും വെള്ള വസ്ത്രങ്ങളാൽ നിർമ്മിക്കപ്പെട്ട 2 വസ്ത്രങ്ങൾ മാത്രം അവരുടെ ശരീരത്തെ മറച്ചുകൊണ്ട് ഇതാ അവർ അല്ലാഹുവിന്റെ വിശുദ്ധമായിരിക്കുന്ന കഅബ ശരീഫിന്റെ അടുക്കൽ ഇന്നത്തെ രാത്രിയോടുകൂടി ആറിന്റെ നാനാഭാഗത്ത് വന്ന പാവപ്പെട്ടവനെന്നില്ല, കോടീശ്വരന്മാർ എല്ലാ എയർ കണ്ടീഷൻ ചെയ്ത റൂമിലൂടെ കടന്നിറങ്ങിയ സുഖലോലുപതിയിൽ ആസ്വദിച്ചവർ മുഴുവനും അതാത് മിനാ താഴ്വരയിൽ പോയി കിടക്കുന്ന രംഗം നമുക്കറിയാം. ഖബറിനെ പറ്റി ഓർക്കുകയാണെങ്കിൽ അവിടെ പോയി ആ മിനയിൽ കിടക്കുന്ന ഒരു ബെഡിൽ കിടക്കുന്നത് മാത്രം കണ്ടാൽ മതി. 10, 25, 30ഓളം വരുന്ന ആളുകൾ ചെറിയ ഒരു കൈമയിലൂടെ അവർക്ക് തിരിഞ്ഞു മറിഞ്ഞ് കിടക്കാൻ സ്ഥലമില്ല. ആകെ ഒന്ന് മലർന്ന് കിടക്കുക അല്ലെങ്കിൽ ഒന്ന് ചെരിക്കുക, അല്ലാതെ അവരുടെ കൈകാലുകൾ വിശാലമാക്കി കിടക്കാൻ സ്പേസ് ഇല്ലാത്ത ആ താഴ്വരയിൽ പോയി കോടീശ്വരന്മാർ പ്രശ്നമുണ്ടാക്കുന്നില്ല. വലിയ വലിയ പണക്കാർ പോയി എനിക്കത് മതിയാവുകയില്ല, എനിക്ക് AC VIP റൂം വേണമെന്ന് ചോദിക്കുന്നില്ല. എല്ലാവർക്കും ലക്ഷ്യം ഒന്നാണ്, അല്ലാഹുവിനെ കടുക്കുക. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്മരണ, അവിടുത്തെ മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്മരണ ആസ്വദിച്ചുകൊണ്ട് അതാ അവരുടെ ഒരേ ലക്ഷ്യമേ ഉള്ളൂ, അല്ലാഹ് നീ എന്നെ സ്വീകരിക്കണേ എന്ന. അവർക്ക് ഭക്ഷണത്തിന്റെ കാര്യം ചിന്തയില്ല, അവർക്ക് അവരുടെ ഡ്രസ്സിന്റെ കാര്യം ചിന്തയില്ല, ഒന്നേ ഉള്ളൂ, അല്ലാഹുവിനെ കടുക്കണം. ഇതാണ് അറഫ ഭൂമിയിൽ നാളത്തെ പ്രഭാതത്തോടുകൂടി ഇന്ന് രാത്രി തന്നെ ഏകദേശം 4 മണിയാകുമ്പോൾ അല്ലെങ്കിൽ ഇന്ന് രാത്രി അധിക സാധുക്കളും ഇന്ന് രാത്രി തന്നെ അവരുടെ മിനായിൽ നിന്ന് അവർ അറഫ ഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നു. നാളത്തെ മുഹറ നിസ്കാരം കഴിഞ്ഞിട്ട് അറഫ ഭൂമിയിൽ നടക്കുന്ന ഒരു പ്രഭാഷണമുണ്ട്. ലക്ഷക്കണക്കായ മുഅ്മിനീങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവിടുന്ന് ആ ഒരു സമയം തൊട്ട് മഗ്രിബിന്റെ സൂര്യൻ അസ്തമിക്കുന്നതിന്റെ ഇടയിൽ അറഫയിൽ നിൽക്കുക എന്നുള്ളത് ഹജ്ജിന്റെ ഒരു ഫർളാണ്. മുഅ്മിനീങ്ങളെ ചിന്തിച്ചു നോക്ക്, അറഫയിൽ നിസ്കാരം നിർബന്ധം എന്തേയുള്ളൂ, അവർക്ക് ദുഹർ നിസ്കാരവും അസറും ജമാഅത്തിൽ നിസ്കരിക്കലാണ് അവർക്ക് ഏറ്റവും ശ്രേഷ്ഠത. പ്രത്യേക നിസ്കാരമില്ല, പ്രത്യേക സൽക്കർമ്മങ്ങളില്ല, എന്തേ ഉള്ളൂ അൽ ഹജ്ജ് അറഫ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നാളത്തെ ദുഹർ കഴിഞ്ഞിട്ട് മഗ്രിബിന്റെ ഇടയിലുള്ള ഒരു സമയം, ഒരു സഅത്ത്, ഒരു 5 മിനിറ്റ് വേണ്ട, ഒരു 2 മിനിറ്റ് അറഫ ഭൂമിയിൽ സംഘടിപ്പിക്കാൻ അവർക്ക് ഹാജരാകാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് ഹജ്ജില്ല. അൽ ഹജ്ജ് അറഫ എന്ന് പറഞ്ഞാൽ അറഫ ഭൂമിയിൽ എത്തിയില്ലേ എന്നാൽ അവർക്ക് ഹജ്ജ് കിട്ടൂല, അക്കൊല്ലത്തെ ഹജ്ജ് നഷ്ടമാണ്. ആ ഹജ്ജ് തവാഫിന്റെ നിർബന്ധമാണെന്നാണ് ഫുഖഹാ പഠിപ്പിക്കുന്നത്. എന്തേ ഉള്ളൂ ആ ഹജ്ജിന്റെ മർമ്മപ്രധാനമായ ലക്ഷ്യം അറഫ ഭൂമിയിൽ പോയി ഒന്ന് സംഗമിക്കുക. എന്താണ് ഇതിന്റെ ലക്ഷ്യം ഒന്ന് ആലോചിച്ചു നോക്കുക മുഅ്മിനീങ്ങളെ. ആയിരക്കണക്കായ ആളുകൾ രോഗികളായി ഹോസ്പിറ്റലിലൂടെ കഴിയുന്നവർ, വെന്റിലേറ്ററിൽ കഴിയുന്നവർ, അവർക്ക് ബോധമില്ല, അവർക്കൊന്ന് തിരിഞ്ഞു മറിയാൻ ബോധമില്ലാത്തവരെ ആംബുലൻസുകളിലൂടെ കൊണ്ടുപോകുന്നു, വീൽ ചെയറുകളിലൂടെ. അതിനുവേണ്ടി ആയിരക്കണക്കായ വോളണ്ടിയർമാർ ഖിദ്മത്ത് ചെയ്തുകൊണ്ട് ഈ പാവപ്പെട്ട ജനങ്ങളെ ഹോസ്പിറ്റലിൽ പോലും അറഫ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ പ്രത്യേകം സാരികൾ, പ്രത്യേകം വഴികൾ നിശ്ചയിച്ചിട്ടുണ്ട്. എന്തിന്? ലോകത്തിന്റെ നാനാഭാഗത്ത് പാവപ്പെട്ടവർ ജീവിതത്തിന്റെ ആഗ്രഹാഭിലാഷങ്ങൾക്കിടയിൽ അവർ അധ്വാനിച്ചുണ്ടാക്കിയ നാണയത്തുട്ടുകൾ ശേഖരിച്ചുകൊണ്ട് വിശുദ്ധമായ ഹജ്ജ് ചെയ്യണമെന്ന ആഗ്രഹത്തോടെ വന്ന ഒരു പാവപ്പെട്ടവർക്ക്, ഒരു രോഗിക്ക് പോലും ഹജ്ജ് നഷ്ടപ്പെട്ടു പോകരുത് ചിന്തിച്ചുകൊണ്ട് ഇതാ സൗദി ഗവൺമെന്റ് പ്രത്യേകമായ സംവിധാനങ്ങൾ ഒരുക്കി. ഇതെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒന്നേ മനസ്സിലാക്കാനുള്ളൂ, എല്ലാ മനുഷ്യരെല്ലാം ഏകോദര സഹോദരന്മാരാണ്. ആ ഭൂമിയിൽ പോയി നോക്കിയാൽ അവിടെ നമ്മുടെ തൊട്ട് മുമ്പിൽ നിൽക്കുന്നത് ഏതെങ്കിലും രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയായിരിക്കാം, ഒരു നാടിന്റെ ഗവർണറായിരിക്കാം, അല്ലെങ്കിൽ രാജ്യത്തിന്റെ വലിയ ഹാദിയായിരിക്കാം. ആരെയും തിരിച്ചറിയാനില്ല, ആരെയും പ്രത്യേകം ദേശം കൊണ്ട് തിരിച്ചറിയില്ല. എല്ലാവരുടെയും ചിന്ത വന്നേ ഉള്ളൂ ആ വിശുദ്ധമായ അറഫ ഭൂമിയിൽ അവിടെ പ്രത്യേകമായി ദുആ ചെയ്യണം. അവിടെ ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അറഫ ദിവസത്തിലൂടെ ആ
മനുഷ്യനിക്ക് അല്ലാഹുവിന്റെ സൃഷ്ടികളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു ദിനം പോലെ വേറൊരു ദിവസത്തെ കണ്ടിട്ടില്ല. ഈ ലക്ഷക്കണക്കായ ജനങ്ങളെ മുഴുവനും അല്ലാഹു സാക്ഷി നിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, മലായികത്തെ, ഇതാ നിങ്ങളെന്ന് മനുഷ്യരെ സൃഷ്ടിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ മനുഷ്യർ കുഴപ്പക്കാരാണ്, മനുഷ്യർ ഭിന്നിപ്പുണ്ടാക്കുന്നവരാണ്, അവരെ സൃഷ്ടിക്കണ്ട എന്ന് പറഞ്ഞ മലായികത്തിനോട് അല്ലാഹു ചോദിക്കുന്നു, അറഫാ ഭൂമിയിൽ വന്ന ആ ലക്ഷക്കണക്കായ ആളുകളെ നിർത്തിക്കൊണ്ട് അല്ലാഹു മലക്കിനോട് ചോദിക്കുന്നു, അവർക്ക് ദുനിയാവിന്റെ ലക്ഷ്യം വെച്ച് വന്നതാണോ, കല്യാണം കഴിക്കാനുള്ള ഉദ്ദേശത്തിൽ വന്നതാണോ, കച്ചവടം ചെയ്യാൻ വേണ്ടി വന്നതാണോ? മലായികത്ത് പറയും ഒന്നുമല്ല. അവർക്ക് കച്ചവടം ചെയ്യുകയാണെങ്കിൽ നാട്ടിൽ വലിയ വലിയ കച്ചവടം ചെയ്യുന്ന ആളുകളാണ്. അതെല്ലാം ഒഴിവാക്കി അവർ എല്ലാം ത്യാഗങ്ങളും ചെയ്തുകൊണ്ട് വന്നത് അല്ലാഹുവേ നിത്യവൃത്തത്തിന് വേണ്ടി വന്നതാണെന്ന് മലായികത്ത് പറയുമ്പോൾ ആ മലായികത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് അല്ലാഹു പറയുന്നു, മലക്കുകളെ, അവർക്ക് എന്താണ് അവരുടെ ലക്ഷ്യം, അവർ എന്താണ് ചോദിക്കുന്നത്? അതാ അവിടെ മലായികത്ത് പറയുന്നു, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് ദുആ ചെയ്യുന്നവർ, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്നത അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വഅഊദു ബിക മിൻ സഖതിക വൻ നാർ. പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു ഈ ദുആ ഹജ്ജിന്റെ മനാസിക്കുകളിലൂടെ, ഹജ്ജിന്റെ സീറകൾ പറയുന്ന സ്ഥലങ്ങളിലൂടെ കിതാബുകളിൽ വളരെ വിശദമായി പറയുന്നുണ്ട്. ഈ ദുആ അധികരിപ്പിക്കൽ വളരെ ശ്രേഷ്ഠതയുള്ളതാണ്. അല്ലാഹു ചെയ്യുന്ന സമയത്ത് അറഫാ ഭൂമിയിൽ വെച്ച്, അതുപോലെ തന്നെ മുസ്ദലിഫയിലായാലും എവിടെയായാലും അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വഅഊദു ബിക മിൻ സഖതിക വൻ നാർ. ആ മലായികത്ത് പറയുന്നു, പടച്ചോനെ, അവർ ചോദിക്കുന്നു നിന്റെ റിള അവർക്ക് വേണം, പടച്ചോനെ നിന്റെ പൊരുത്തം ചോദിക്കുന്നു, സ്വർഗ്ഗം ചോദിക്കുന്നു. ആ മലായികത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് അല്ലാഹു പറയുന്നത്, പടച്ചോനെ പറയുന്നു, അവർക്ക് ഞാൻ, നിങ്ങൾ സാക്ഷിയാണ്, അവർക്ക് ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു, അവർക്ക് സ്വർഗ്ഗം നിർബന്ധമായിരിക്കുന്നു, അവർക്ക് നരകം ഹറാമാക്കിയിരിക്കുന്നു. ഈ ഒരു ശുഭമുഹൂർത്തം നടക്കാനിരിക്കുന്നത് നാളത്തെ സമയത്താണ്. നാളെയുടെ പ്രഭാതം തൊട്ട് വരുമ്പോൾ ഇന്ന് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് നമ്മുടെ ചങ്ങായിമാർ പോയവർ ചോദിക്ക്, എല്ലാം മനസ്സിലുള്ള ചിന്തകൾ ഒഴിവാക്കി വിനായിൽ കാത്തു നിൽക്കുകയാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അടുത്ത കൊല്ലങ്ങളിലായി നമുക്ക് പോകാനും ആസ്വദിക്കാനും ദുആ ചെയ്യാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പക്ഷേ അതല്ല നമ്മുടെ വിഷയം, പ്രധാനമായ വിഷയം. നമ്മൾ നാട്ടിലുള്ളവരാണ്. നാട്ടിലുള്ള ആളുകളായ ഹാജിമാര അല്ലാത്ത ആളുകൾക്ക് അറഫാ ദിവസത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ എന്തൊക്കെയാണ്? വളരെയേറെ പ്രധാനപ്പെട്ട ഇബാദത്ത് നമുക്കറിയാം. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, അറഫാ ദിവസത്തിൽ നോമ്പ് നോക്കൽ പ്രത്യേകം സുന്നത്താണ്. ഫർളാക്കപ്പെട്ട സുന്നത്ത് നോമ്പിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമുള്ളത് നോമ്പ് അത് മുഹറമാണോ, മുഹറമിന്റെ ആശുറാഇന്റെ നോമ്പാണോ, അല്ല ദുൽഹിജ്ജയുടെ അതായത് അറഫാ ദിവസത്തിന്റെ നോമ്പാണോ എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തുകൊണ്ട് വളരെ വിശദമായി ചർച്ച നടത്തുന്നുണ്ട്. മഹാന്മാർ പഠിപ്പിക്കുന്നത് അത് അറഫാ ദിവസത്തിന്റെ നോമ്പിന്. എന്തേ കാരണം? ഇത് മുഹമ്മദിയ സമുദായത്തിന്റെ നോമ്പാണ്. അതുപോലെ തന്നെ മുഹറം 10ന്റെ നോമ്പ് അത് മൂസവിയായ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട നോമ്പാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ നോമ്പിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഫലമുള്ളത് എന്ന് മഹാന്മാർ പഠിപ്പിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹീഹായ ഹദീസിൽ കാണാം, ഒരാൾ അറഫാ ദിവസത്തിന്റെ നോമ്പ് നോക്കിയാൽ അവർക്ക് ആ കൊല്ലത്തിന്റെ ദോഷവും വരാനിരിക്കുന്ന ഒരു കൊല്ലത്തിന്റെ ദോഷവും അല്ലാഹു പൊരുത്തപ്പെട്ടു കൊടുക്കുന്നു. ഒരു ദോഷമല്ല, ചെറിയ ദോഷങ്ങളാണ്. മനുഷ്യരുമായി ബന്ധപ്പെട്ട ഇടപാടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടും. അങ്ങനെ ആരെങ്കിലും വിചാരിച്ചിട്ടാ ഏതായാലും കിട്ടിയവര് 50,000 കൊടുക്കാനുണ്ട്, 10,000 കൊടുക്കാനുണ്ടെല്ലാം ഉണ്ട്, ഏതായാലും ഫോൺ എടുത്തിട്ടൊക്കെ പ്രശ്നമില്ല, ഏതായാലും ഉസ്താദ് വയതിൽ പറഞ്ഞാൽ നമുക്ക് ആകെ എന്നുള്ളൂ. നമ്മങ്ങനല്ല, വേദന്റെ പോയിട്ട് ഞമ്മ പഠിക്കുന്നതാണ്, ഞമ്മക്ക് വേണ്ടി പോയിട്ട് കിട്ടുന്ന ഞമ്മക്ക് പറ്റാത്ത എന്തെങ്കിലും ഞമ്മ ചെയ്യുന്ന തെറ്റിനെ പറയുമ്പോൾ അയാൾ കത്തിക്കാർ സംഗതി അപ്പുറത്ത് വരി ചോദിക്കുന്നത്, അയാൾക്ക് അതെല്ലാം പറയേണ്ട പണി, നിനക്ക് അയാൾ പണി എടുത്തേക്ക് പോലെ ഓർക്ക് ഞമ്മക്ക് എന്തെങ്കിലും കൊടോട്ട് സൂപ്പർ ഇങ്ങനെയൊക്കെ എല്ലാ വലിയ സമയമാണ് ഇരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കണം, ഒരു ദോഷമല്ല, മനുഷ്യനുമായി ബന്ധപ്പെട്ട ഏത് കുറ്റമുണ്ടോ, ഏത് ഇടപാടുണ്ടോ അത് അവരവരുമായി തീർക്കണം. അത് അള്ളാഹുവിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യന് പല കട കൊടുക്കാനുണ്ട്, അത് മനുഷ്യനെ തോപ്പിച്ചിട്ടുള്ള അപ്പടാക്കിയിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് എന്നാലും അപ്പോൾ ആരെ നമ്മൾ മുക്കിയിട്ട് പൈസ ആക്കിനെ ഓനോട് പോയിട്ട് മാപ്പ് കേൾക്കണം, പൊരുത്തപ്പെടിച്ചിട്ട് അള്ളാഹുവിനെ ചോദിക്കുക. അല്ലാതെ നമ്മൾ കൊടുക്കാനുള്ള കടം കൊടുക്കാതെ മനുഷ്യനെ ബുദ്ധിമുട്ടാക്കിയത്, ആക്രമിച്ചത്, അവന്റെ സ്വത്ത് ജാഗ പിടിച്ചിട്ട് ഉള്ളിലിട്ടത്, ഇങ്ങനത്തെ എന്തെല്ലാം ദുനിയാവിൽ. അപ്പൊ അതിനെല്ലാം നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചത് കൊണ്ട് പാടില്ല, അത് അതിന്റെ ആളുകളുമായിട്ട് ബന്ധപ്പെടണം. അപ്പൊ ഒരു കൊല്ലത്തിന്റെ ദോഷം അല്ലാഹു പൊറുക്കെന്ന് പറഞ്ഞാൽ ചെറുദോഷങ്ങൾ, അറിയാതെ എത്രയോ ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അതെല്ലാം അല്ലാഹു മാപ്പ് തരും. അതുപോലെ തന്നെ വരാനിരിക്കുന്ന ഒരു കൊല്ലത്തിന് അടുത്ത അറഫാ ദിവസത്തിന്റെ നോമ്പ് വരെ ആ
ദിവസം വരെ അവന്റെ ദോഷങ്ങൾ പുറത്തു കൊടുക്കും. ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാത്മാവ് പറയുന്നത്, ആ ഒരു നോമ്പ് നോക്കിയാൽ അറഫാ ദിവസത്തിന്റെ നോമ്പൊരാൾ ആത്മാർത്ഥമായ അതിന്റെ പൂർണ്ണമായ സുന്നത്തുകളും അതിന്റെ ആദാബുകൾ പാലിച്ചുകൊണ്ട് നോക്കിയാൽ അവർക്ക് അടുത്ത അറഫാ ദിവസം വരെ അവർക്ക് ആയുസ് ഉണ്ടാകുന്ന അടുത്ത അറഫ വരെ മരിക്കൂല. അപ്പൊ ജീവിതത്തിൽ എന്തായി എല്ലാ അറഫയിലും നോമ്പ് നോക്കി നമുക്ക് യാമത്താണോ മരിക്കല്ലേ അങ്ങനെ നമ്മളെ പോയിട്ട് വന്ന് അന്നൊക്കെ എങ്ങനെയും കുടിച്ചിട്ട് എന്താക്കും നോമ്പ് നോക്കാം. അത് നീ മരിക്കുന്ന കൊല്ലത്തിൽ നിനക്ക് നോമ്പ് നോക്കാൻ എത്തിക്കൂല. എന്ന് പറയുന്ന ആയത്ത് ഓതിയാൽ, ആ ആയത്ത് നിസ്കാര ശേഷം ഓതിയാൽ അന്നത്തെ പ്രഭാതത്തിൽ അവർ മരിക്കൂല എന്നാണ്. രാത്രി ഓതിയാൽ ആ രാത്രി അവർ മരിക്കൂല, പകൽ ഓതിയാൽ പകൽ മരിക്കൂല എന്നാണ്. എന്നാൽ എല്ലാ ദിവസവും മരിക്കുന്ന ദിവസം അള്ളാഹു മർദ്ദിക്കും. അള്ളാഹ് മർദ്ദിക്കാൻ പണിയൊന്നുമില്ല. ഞാൻ വിചാരിക്കുന്നു അത് ഓതിക്കൊണ്ടെങ്കിൽ നമുക്ക് മരിക്കാതെ എന്തോ തോന്നിയ അവസ്ഥ നമുക്ക് ചെയ്യാം. മരിക്കൂല, കാരണം ആയ തോന്നിയാൽ മതിയല്ലോ എന്ന് അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അത് നമ്മുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ കഴിഞ്ഞ കൊല്ലത്തെ നോമ്പ് നോക്കിയിട്ട് അറഫാ ദിവസത്തിന് നോമ്പ് നോക്കിയാൽ ആരെങ്കിലും കുടുംബത്തിൽ വെച്ചിട്ടുണ്ടാവും. അപ്പുറം പറയും എന്തിനാണ് ഉസ്താദ് ചെറുതൊന്നും വിശ്വാസമില്ല, കിതാബിലുള്ളതും നോക്കിയേ നിമിത്തന്റെ ചില ഹദീസ് തന്നെ കളവായിട്ടുണ്ടാവും. കഴിഞ്ഞ കൊല്ലം നോമ്പ് ഞമ്മ ഒക്കെ നോമ്പ് നോക്കി ഒക്കെ എന്റെ നോമ്പ് തുറന്നില്ല ഒക്കെ എന്നെ ഉണ്ടായാലും ഓ മരിച്ചിട്ടേ. പിന്നെ ഏതൊന്നിനെ അവന്റെ നോമ്പ് അല്ല സ്വീകരിച്ചിട്ടുണ്ടാവില്ല. അവന്റെ നോമ്പ് ഒരുപക്ഷെ അവന്റെ നിയത്ത് ശരിയായിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നോമ്പ് ഫസാദാകുന്ന എന്തെങ്കിലും കാര്യം വന്നു പോയിട്ടുണ്ടാവും. അള്ളാഹു സ്വീകരിക്കുന്ന രീതിയിലാണോ നോമ്പ് നോക്കിയത്? ആ നോമ്പ് നോക്കിയാൽ അടുത്ത കൊല്ലം വരെ അവന്റേതായിരിക്കുന്ന അവർക്ക് ആയുസ് അല്ലാഹു നീട്ടിക്കൊടുക്കുമെന്നാണ്. അപ്പോ അതെല്ലാം നമ്മൾ മനസ്സിലാക്കി നോമ്പ് നന്നായി ഇഖ്ലാസോട് കൂടെ ചെയ്യണം. അതുപോലെ പിന്നെ ഇപ്പോ സാധാരണ ചർച്ചയാണ് എല്ലാ കൊല്ലം ഉണ്ടാകുന്നത്. അറഫാണ് നാളെ നമുക്ക് പറ്റുന്ന നോമ്പ എന്ത് അറഫാണെന്ന് എന്താ വിടയില്ല, അപ്പൊ നാളെയല്ല നോക്കേണ്ടത് എന്ന് അങ്ങനെ നിങ്ങൾക്ക് സംശയം ഉണ്ടോ? സംശയം സാധാരണ മനുഷ്യർക്ക് വരലാണ് അല്ലെ. സംശയം വരാത്ത മനുഷ്യന്മാർക്ക് എന്തെങ്കിലും കേൾക്കുമ്പോൾ ഡൗട്ട് മനുഷ്യന് സ്വാഭാവികമാണ്. ഡൗട്ട് വന്നെങ്കിൽ നമ്മൾ എന്താക്കണം? ഈ എഴുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ വേണ്ട, നമുക്ക് നാളെ നോക്കിയാൽ ഇങ്ങനെയുള്ള ചിന്തിക്കേണ്ടത്. നമ്മൾ നല്ല അതിന് ആ ഡൗട്ടിനെ നല്ല രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അതിലേക്ക് നമുക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്തണം. എങ്ങനെ? ഏതായാലും നാളെ നോക്കാം, മറ്റന്നാൾ നോക്കാം, രണ്ടിലൊന്ന് കിട്ടുമല്ലോ. പണ്ടൊരു മുക്കാൽ ഗണ്ടേനോട് ഒരു ഉസ്താദ് വാദിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഓൻ പറഞ്ഞ് 8 റക്അത്ത് തന്നെ, മറ്റാൾ പറഞ്ഞ് 20 റക്അത്ത് തന്നെ. അങ്ങനെ ഭയങ്കര ഡൗട്ടായി. അവസാനം ഉസ്താദ് പറഞ്ഞ് ഞാൻ 20 തന്നെ നിസ്കരിക്കുന്നത്. എന്താ കാരണം? നാളെ മത്സരത്തിലേക്ക് എത്തുമ്പോ എന്തായി? ഏതായാലും നമ്മളോട് ചർച്ചയുള്ള വിഷയമല്ലേ. ചിലപ്പോ എന്തായി? ഫൈനൽ തീരുമാനം ജഡ്ജ്മെന്റ് മത്സരത്തിലേക്ക് എത്തുമ്പോ 20 നിസ്കരിക്കേണ്ടത് 8 അല്ല. അങ്ങനെ എന്തായി? 8 എന്ന് പറഞ്ഞ് 8 തീരുമാനമായ ഞാൻ എന്താ അള്ളാഹുവിനോട് പറയും, ഞാൻ പഠിച്ചത് 20 റക്അത്ത് ഞാൻ നിസ്കരിച്ചിട്ടില്ല. അതിന് നല്ലത് നോക്കിയിട്ട് നല്ല സെലക്ഷൻ നോക്കിയിട്ട് 8 എടുത്തോ, ബാക്കി നേരം നീ കളഞ്ഞു വരും. അള്ളാഹ് പറഞ്ഞ് 20 നിസ്കരിക്കേണ്ടത്. അപ്പൊ 8 ഒരു ബാക്കി കൊടുക്കാനുണ്ടാ? 8 കൊടുക്കാൻ ഓൻ എന്താക്കും? നേരെ പോയിട്ട് 2 മാസം പോയിട്ട് ഞാൻ 12 നിസ്കരിച്ച് വരാൻ കഴിയും. അപ്പൊ എന്താക്കാം? അപ്പൊ അതുപോലെ നമ്മൾ എന്താക്കണം? ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ അത്തരം ആവശ്യത്തിലുള്ള ചർച്ചയല്ല, നാളത്തെ നോമ്പ് കൂടി നോക്കാം. അതും വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. ദുൽഹിജ്ജ 8, 9 അറഫാ ദിവസത്തിന്റെ നോമ്പിനെ പറ്റി കിതാബിൽ പറയുന്നത് മക്കത്ത് അറഫ എന്ന് അന്നാണ് നോമ്പ് നല്ല കിതാബിൽ പറഞ്ഞത്. അറഫാ ദിവസത്തിന്റെ നോമ്പിനെ പറ്റി പറഞ്ഞ് അത് ദുൽഹിജ്ജ 9-ാമത്തെ ദിവസം നോക്കുന്ന നോമ്പ് ഇതാണ്. അപ്പൊ അത് ദുൽഹിജ്ജ 10, 9 ഇവിടെ എപ്പോഴാണ്? ഞായറാഴ്ച, ശനിയാഴ്ച അല്ല, ദുൽഹിജ്ജ 8 ഇവിടെ 9 നമ്മുടെ ഗോളശാസ്ത്ര പണ്ഡിതന്മാരുടെ കണപ്രകാരം നമ്മുടെ ചന്ദ്രന്റെ കറക്കം അനുസരിച്ച് നമുക്ക് മാസം കണ്ടതിന്റെ നിരാവ് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ദുൽഹിജ്ജ 9 അറഫാ ദിവസമായി വരുന്നത്. ആ ദുൽഹിജ്ജ 9-ാമത്തെ ദിവസം ഞായറാഴ്ചയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട നോമ്പ് ഞായറാഴ്ചയാണ്. ആ നോമ്പ് നോക്കോടുകൂടെ നാളത്തെ നോമ്പ് കൂടി നോക്കുക. നാളെ ശനിയാഴ്ചയാണ്, ദുൽഹിജ്ജ 8 യൗമുൽ തർവിയ എന്ന് പറയുന്ന ദിവസം. ആ ദിവസത്തിന്റെ നോമ്പിന് വളരെ പ്രാധാന്യമുണ്ട്. 2 നോമ്പ് കൂടി നോക്കുക. നമ്മുടെ ഭാര്യമാരോട്, മക്കളോട്, എല്ലാവരോടും പറയുക. മഹാന്മാരായ പണ്ഡിതന്മാർ, ഹാക്കിമീങ്ങളൊക്കെ പറയുന്നു, ചില കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം, വന്യജീവികളടക്കം ഈ നോമ്പ് ഈ ദിവസത്തിന് പകൽ സമയത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നു എന്നാണ്. കാട്ടിലുള്ള മൃഗങ്ങൾ, സിംഹങ്ങൾ, കാട്ടാനകൾ വരെ അങ്ങനെ ഇത് പരിശോധിക്കാൻ വേണ്ടി അതാ ഒരു വിഭാഗം ആളുകൾ, പണ്ഡിതന്മാർ കാട്ടിലേക്ക് പോയി, അവരുടേതായിരിക്കുന്ന മലഞ്ചെരുവുകളിലേക്ക് പോയി. നല്ല മാംസത്തിന്റെ കഷ്ണങ്ങൾ, നല്ല ഇറച്ചിന്റെ കഷ്ണമായി പോയി. അങ്ങനെ കാട്ടിലുള്ള സിംഹം പോലെയുള്ള വന്യജീവികളില്ലേ, ഈ ജീവികൾ വിട്ടുകൊടുത്തു, തിന്നുന്നില്ല. അങ്ങനെ ഇവർ ഇങ്ങനെ വരുന്നു, ആ മാംസകഷ്ണത്തിന്റെ അടുക്കലേക്ക് വരുന്നു. ആകാശം നോക്കുന്നു, സമയായോ ഇല്ലേ. അങ്ങനെ കുറെ വീണ്ടും നോക്കുന്നു. അങ്ങനെ സൂര്യൻ അസ്തമിക്കലോടുകൂടെ, സൂര്യൻ നോമ്പ് തുറക്കുന്ന സമയമാവലോടുകൂടെ
എന്തായി ആ ജീവികൾ അതിനെ വളരെ ആർത്തിയോടുകൂടി ഞമ്മ കാണുന്നില്ല നോമ്പ് തുറക്കുന്നതിന് പാത്തു നിന്നിട്ട് കൂട്ടിയിട്ടാണ് 4 ഭാഗത്ത് സർബത്തിന്റെ ജ്യൂസിനുണ്ടെങ്കിൽ 2 ഒക്കെ എടുക്കുന്നത് 2 ഗ്ലാസ്സിലൊക്കെ എടുത്ത് വെക്കുന്നത് നോമ്പുറക്കം പള്ളിയുടെ കയ്യിലേക്ക് വന്ന ഈ സാമൂഹിക നോമ്പുറക്കം വന്നെങ്കിൽ ഉള്ളേരെല്ലാം അപ്പുറത്തിപ്പം നല്ല വെച്ചിട്ട് കിട്ടുന്നെങ്കിൽ എല്ലാം നോക്കിയാക്കി എന്താണ് അത് വെച്ചിട്ട് ഉള്ളേരെല്ലാം ഇവിടെ ഇട്ട് നോക്കുന്നത് 1 ഗ്ലാസ് സർബത്ത് കുടിച്ചിട്ട് 2 സമൂസ എന്തും വേണ്ട നിനക്ക് വേണ്ട ആർക്കും വേണ്ട രാഷ്ട്രപതി എറിഞ്ഞിട്ട് പോകുന്നു നിങ്ങൾ ആർത്തി അങ്ങനെ ഈ ജീവജാലങ്ങളായി ഒന്നാമത്തു ഇത് വെച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നു ജീവജാലങ്ങളടക്കം അറഫാ ദിവസത്തിന്റെ പകലിൽ ഭക്ഷണം കഴിക്കാത്ത നോമ്പുകാരൻ പോലെ നിൽക്കുന്നു. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഞമ്മ വരുന്നാണ് എന്താക്കും അറഫാന്റെ വൈദ്യുതി പോയിട്ടുള്ള ആട് ഉദയ തർക്കം വേണ്ടി കൊടുത്തു വെച്ച ആട് പോത്തല്ലോ ഇതിലേക്ക് വേണ്ടവർ കൊടുത്തിട്ട് ഇത് തിന്നിട്ടാൻ പറയും ഇതുണ്ടോ എന്നെ നോക്ക് തിന്നില്ലേ ഇതും അതുപോലത്തെ ജീവിയല്ലേ. അപ്പൊ ഞമ്മ ഇത്ര ചിന്തിച്ചാൽ മതി. അതിന് എന്താക്കാനുള്ള നമ്മുടെ നാട്ടിൽ ഉസ്താദ് ഇത്തരത്തിലുള്ള മഹത്വം അറഫാദ് നോക്കാൻ പറഞ്ഞു. എത്ര ആള് സത്കുക്ക് പോയി ചാടിക്കുന്നവരുണ്ട്, എത്ര ആള് മറ്റേ ഹോട്ടലിൽ പോയിട്ട് ചാടിക്കുന്നവരുണ്ട്. അതുപോലത്തെ ഈ ജീവി അതുപോലത്തെ കുട്ടിയാൽ മതി അല്ലെ. 2 ടൈപ്പ് മനുഷ്യന്മാരിൽ നോക്കുന്നവരുണ്ട് നോക്കാത്തവരുണ്ട് അല്ലെ. ഇത്തരം ബുദ്ധിയും വിവേകമുള്ള മനുഷ്യന്മാർ അറിവും ഈമാനുള്ള മനുഷ്യന്മാരല്ലേ. ഇത്തരം മഹത്വം നോക്കാത്ത മനുഷ്യന്മാരുണ്ട്. കാരണം ഉണ്ടാകാൻ പറ്റിയല്ല കാരണം ഉണ്ടായിരുന്നു നോക്കാത്തതിന്റെ വിഷയം അത് പറ. അവർക്ക് അതിന്റെ കൂലി കിട്ടും. രോഗിയാണ് അവർക്ക് കഴിയുന്നില്ല ഒരു നോക്കിന്റെ നീയത്തിന്റെ കൂലി കിട്ടും. അല്ല ആരോഗ്യം ബാക്കിയുള്ളതെന്നായിരുന്നു അറഫാ ദിവസത്തെ നോക്കുമ്പോ പഠിച്ചവര് അവനെങ്ങനെ ചിന്തിക്കുന്നു നാളെ തലവേദന വന്നിട്ട് അള്ളാഹുവിനോട് പറയാം തലവേദന നോമ്പ് നോക്കാൻ കഴിഞ്ഞില്ല ഇങ്ങനെ ചിന്തിക്കുന്ന അങ്ങനത്തെ കുറെ നോമ്പ് നോക്കാത്ത മനുഷ്യർ ആ കൂട്ടത്തിൽ നോമ്പ് നോക്കുന്നവരുണ്ട് ഇല്ലാത്തവരുണ്ട്. ഏതായാലും ചർച്ച ചെയ്യാൻ വിശദമായി പറയാൻ ശ്രമിക്കില്ല മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങളും നോമ്പനുഷ്ഠിക്കണം. അവസാനിപ്പിക്കുന്നു. പിന്നെ അറഫാ ദിവസത്തിന്റെ പകലിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുന്ന ദിക്ർ 100 വട്ടം ചൊല്ലുക. അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന വളരെ ചെറിയ സൂറത്താണ്. ആ സൂറത്ത് 100 പ്രാവശ്യം ഓതുക. അതുപോലെ തന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ്. സ്വലാത്തുൽ ഇബ്രാഹിമിയ 100 വട്ടം ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ അവന്റെ ദുആക്ക് വേഗത്തിൽ ഉത്തരം കിട്ടുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമസ്കാരം കഴിഞ്ഞിട്ട് ദുഹറിന്റെയും അതുപോലെ തന്നെ നോമ്പ് തുറയുടെ ഇടയിലുള്ള ഒരു 10 മിനിറ്റോ 20 അരമണിക്കൂർ സമയം കണ്ടെത്തി അതെല്ലാം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. പ്രത്യേകം ദുആ ചെയ്യണം. പരസ്പരം ഐക്യത്തിലും സഹോദര്യത്തിലും ജീവിക്കാനുള്ള ഒരു ദൃഢമായ തീരുമാനമെടുത്തുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നോമ്പുകളും നമ്മുടെ ഇബാദത്തുകളും എല്ലാം അല്ലാഹു നമുക്ക് ഖബൂൽ ചെയ്യട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നാം ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങളും പടച്ചവനാകുന്ന വല്ല ന്യൂനതകളും കുറവുകളും ഇഖ്ലാസുകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ റഹ്മാനാണ് റഹീമാണ് ഞങ്ങൾക്ക് നീ മാഫാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാം ഒരുപാട് തവണ ഹജ്ജും ഉംറയും ചെയ്യാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. ലക്ഷക്കണക്കായ മുഅ്മിനീങ്ങൾ നാളെ അറഫാ ഭൂമിയിൽ സംഗമിക്കുമ്പോൾ പടച്ചവനെ അവർക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു അതിന്റെ എല്ലാം ബർക്കത്ത് കൊണ്ട് റബ്ബേ അവരെ സ്നേഹിച്ചതിന്റെ അവർക്കിടായിരിക്കുന്ന ആ ഒരു മഹബത്ത് വെച്ചതിന്റെ കാരണം കൊണ്ട് നമുക്കും റബ്ബേ ആ പുണ്യ ഭൂമിയിൽ ഇനിയും ഒരുപാട് തവണ എത്താനും സൽക്കർമ്മങ്ങൾ ചെയ്യാതെ തൗഫീഖ് നൽകണം റഹ്മാനെ. അവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണം റഹ്മാനെ. അവരുടെ കൂട്ടത്തിൽ അവർക്ക് സ്വർഗ്ഗത്തിന്റെ ഓഫറുകൾ കൊടുക്കുമ്പോൾ പാവപ്പെട്ട ഞങ്ങൾക്ക് നീയത്ത് ആഗ്രഹമുണ്ട് പടച്ചവനെ. അല്ലാഹുവേ സാഹചര്യങ്ങളും നമ്മുടെ ഞെരുക്കങ്ങളും ഞങ്ങൾക്ക് തടസ്സമായതാണ് റബ്ബേ. അതെല്ലാം കണക്കാക്കി ഞങ്ങൾക്കും നീ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗ്ഗം കൊണ്ട് ഞങ്ങളുടെ നിർബന്ധമായ ആളുകളുടെ കൂട്ടത്തിൽ ചേർക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ നാട്ടിലും ഞങ്ങളുടെ ജമാഅത്തിലും കുടുംബത്തിലും ഐക്യം യോജിപ്പും സ്നേഹവും ബർക്കത്തും നൽകണേ റഹ്മാനെ. ഞങ്ങളെല്ലാവരും നീ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് മാറാവ്യാധി രോഗങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ പള്ളിന്റെ പണി ഞങ്ങളുടെ വീടുകളുടെ പണി ഞങ്ങൾ എന്തെല്ലാം പണികൾ തുടങ്ങി വെച്ചിട്ട് പകുതിയിലുണ്ട് അതെല്ലാം ഈ ദിവസത്തിന്റെ മാസത്തിന്റെ വർഗത്ത് കൊണ്ട് പൂർത്തിയാക്കി തരണം റഹ്മാനെ. കുടുംബത്തിൽ സമാധാനമില്ലാത്തവർ പ്രയാസപ്പെടുന്നവർ ഒരുപാട് ആളുകളുണ്ട് റബ്ബേ. ഈ വിശുദ്ധമായ മാസം തികാഴത്തിന്റെ ദിവസങ്ങളാണ് സമയങ്ങളാണ് ദിവസത്തിന്റെല്ലാം വർഗത്ത് കൊണ്ട് ആരുടെ എല്ലാം വിഷമങ്ങളുണ്ടോ അതെല്ലാം നീ തീർത്തു കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെ നീ സന്തോഷത്തോടെ ഈമാനോട് ജീവിച്ച് ഈമാനോടുകൂടി മരിച്ച് നിന്റെ സുഖലോക സ്വർഗത്തിൽ സ്വാലിഹീങ്ങളോട് കൂടി കൂട്ടുകുടുംബാദികളോടുകൂടി ഞങ്ങളെ സ്നേഹിച്ച് സഹായിച്ച എത്രയോ മുഅ്മിനീങ്ങൾ പല ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഞങ്ങളെ ജീവിച്ചിരിക്കുന്നവർ പല ആളുകൾ ഞങ്ങളെ മഹബത്ത് വെക്കുന്ന സ്നേഹിതന്മാരുണ്ട്. അവരോടുകൂടെ ഞങ്ങളെ കൂട്ടുകുടുംബാദികളോടുകൂടെ ഈ കൂടിയിരിക്കുന്ന ഞങ്ങളോടുകൂടെ സ്വർഗ്ഗലോകത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങൾ ചൊല്ലിയതിന്റെ പറഞ്ഞതിന്റെ കേട്ടതിന്റെ എല്ലാം എതിരെ ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് മരിച്ചവരുടെ പാവപ്പെട്ട മുഅ്മിനീങ്ങൾ
മുഅ്മിനാത്തുകൾ എല്ലാവരും അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൽ മരിച്ചുപോയ എല്ലാവരുടെ ഖബറുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ദുആ സ്വീകരിക്കണം. അല്ലാഹു ഹഖ സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.